ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ നിന്ന് ഗുരുതര അനാസ്ഥയുടെ മറ്റൊരു വാർത്ത കൂടി. ആശുപത്രിയിൽ ജനിച്ച കുട്ടിയുടെ കൈ വാക്വം ഡെലിവറിക്കിടെ തളർന്നുപോയി എന്നാണ് പരാതി. ചികിത്സാ പിഴവിൽ ആരോപണ വിധേയയായ ഡോക്ടർ പുഷ്പയ്ക്കെതിരെയാണ് കുഞ്ഞിന്റെ കുടുംബത്തിന്റെ പരാതി. ഇതേ ഹോസ്പിറ്റലിനെതിരെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഒരു ആരോപണം ഉയർന്നു വന്നത്. അത് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു ആരോപണമായിരുന്നു. ജനിച്ച സമയത്ത് കുഞ്ഞിന് നല്ല വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു, സീരിയസ് ആയിട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു. അത് പക്ഷേ എങ്ങനെയാണ് ഉണ്ടായതെന്ന് അച്ഛനോ അമ്മയ്ക്കോ ഒരു ധാരണയില്ല. കാരണം ടെസ്റ്റ് ചെയ്ത സമയത്തോ സ്കാൻ ചെയ്ത സമയത്തോ അങ്ങനെ ഒന്നും തന്നെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല. സാധാരണഗതിയിൽ അങ്ങനെ കുഞ്ഞിന് ജനറ്റിക്കലി എന്തെങ്കിലും വൈകല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്യുന്ന സമയത്തൊക്കെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. പക്ഷെ ഇവിടെ കണ്ടെത്താൻ സാധിച്ചില്ല, ഡോക്ടർക്ക് സാധിച്ചില്ല, ആ ലാബുകാർക്ക് സാധിച്ചില്ല, ഒന്നും സാധിച്ചില്ല. അവസാനം കുഞ്ഞ് ജനിച്ചപ്പോഴേ ഇങ്ങനെയാണ്. ചിലപ്പോൾ മിക്കവാറും പ്രസവ സമയത്തുണ്ടായ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം അങ്ങനെ ഉണ്ടായത്. പക്ഷേ ഈ ഒരു കേസ് ഉയർന്നു വന്ന സമയത്ത് നമ്മുടെ ഗവൺമെന്റ് ആ ഡോക്ടറിനെയും ആ ഒരു ഹോസ്പിറ്റലിനെയും സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തത്. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് അവസാനം എല്ലാ തെറ്റും കൂടി ആ ഒരു ലാബുകാരുടെ മണ്ടയ്ക്ക് അടിച്ചേൽപ്പിച്ച് ആ കേസ് ക്ലോസ് ചെയ്തു. ആ അച്ഛനും അമ്മയ്ക്കും നീതി കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീതി കിട്ടിയില്ല. ആ കുഞ്ഞിന്റെ കാര്യമോ നമുക്കൊന്നും അറിയില്ല. കുഞ്ഞ് എവിടെ പോയി, എന്ത് സംഭവിച്ചു, ഒരു കാര്യവും ഇല്ല. അച്ഛനും അമ്മയും കരഞ്ഞുകൊണ്ട് വീട്ടിൽ പോയി. അതാണ് സംഭവിച്ചത്. ഇപ്പൊ അതേ ഹോസ്പിറ്റലിന് നേരെ വേറൊരു കേസും കൂടി ഉയർന്നു വന്നേക്കാണ്. ഒരു ഡോക്ടർ പുഷ്പ എന്ന് പറയുന്ന ഒരു ഡോക്ടറിന്റെ പേര് പറയുന്നുണ്ട്. ആ ഡോക്ടറാണ് മെയിൻ വില്ലൻ. അപ്പം ഈ ഡോക്ടർ പറഞ്ഞത്രേ, ഈ അമ്മയോട് പറഞ്ഞത്രേ, ഈ അമ്മ സഹകരിക്കാത്തത് കൊണ്ടാണ് ആ കുഞ്ഞിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതത്രേ. പ്രസവേദന എടുത്ത് കരഞ്ഞു വിളിച്ച് കിടക്കുന്ന അമ്മ എങ്ങനെയാണാവോ ഇനി ഡോക്ടറോട് സഹകരിക്കേണ്ടത്? ഈ വാക്വം ഉപയോഗിച്ചിട്ട് കുഞ്ഞിനെ പുറത്തെടുക്കില്ലേ, അങ്ങനെ വലിച്ച് പുറത്തെടുത്ത സമയത്ത് ആ കുഞ്ഞിന്റെ കൈക്ക് എന്തോ സംഭവിച്ചതാണ്. അതാണ് ആ കുഞ്ഞിന്റെ കൈ ഇങ്ങനെ തളർന്നു കിടക്കുന്നത്. പക്ഷെ ഇതെന്തായാലും ഡോക്ടറോ ഹോസ്പിറ്റലുകാരോ സമ്മതിക്കാൻ പോകുന്നില്ല. പിന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. എപ്പോഴും പറയാറുണ്ട്, ഇന്റർനാഷണൽ ഫെസിലിറ്റി ഉള്ള ചികിത്സയാണ് ഇവിടെ ലഭിക്കുന്നത്, അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ നല്ല രീതിയിലുള്ള ചികിത്സ ലഭിക്കുന്നുണ്ട്, മികച്ച രീതിയിലുള്ള ചികിത്സയാണെന്നാണ് പറയുന്നത്. ഇതാണോ മികച്ച രീതിയിലുള്ള ചികിത്സ? എത്ര കുഞ്ഞുങ്ങളാണ് ഈ രീതിയിൽ ഇങ്ങനെ ആയിത്തീരുന്നത്? സത്യത്തിൽ വളരെ മോശമാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്. പക്ഷെ ഇവിടെ ഒരു രീതിയിലുള്ള നടപടിയും എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. നടപടി എടുക്കില്ല. ഈ കേസിലും ഡോക്ടറെയും ഹോസ്പിറ്റലുകാരെയും സംരക്ഷിക്കുന്ന നിലപാടായിരിക്കും നമ്മുടെ ആരോഗ്യമന്ത്രിയൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ നമുക്കറിയില്ല ഇനി എന്ത് വിശ്വസിച്ച് നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് പോകും. ഇപ്പൊ ചില ആൾക്കാർ പറയുമേ, ഞാൻ ഡീഗ്രേഡ് ചെയ്ത് കാണിക്കുകയാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളെ. ഒരിക്കലും അല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പോൾ 25 വയസ്സായി. ഈ 25 വയസ്സിനിടയിൽ ഞാൻ ഇന്നേ വരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ പടി ചവിട്ടിയിട്ടില്ല. എല്ലാ അസുഖങ്ങൾക്കും ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ MD ഒന്നുമല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ ഡീഗ്രേഡ് ചെയ്യാൻ. ഉള്ള കാര്യമാണ് പറയുന്നത്. മിക്കപ്പോഴും അവിടുത്തെ ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും സമീപനം ഈ രീതിയിലാണ്. പ്രത്യേകിച്ച് പ്രസവിക്കാനൊക്കെ കിടക്കുന്ന സ്ത്രീകളോട് മോശപ്പെട്ട രീതിയിലാണ് അവരൊക്കെ പെരുമാറുന്നത്. എന്തോ തെറ്റ് ചെയ്തിട്ട് വന്ന് കിടക്കുന്നത് പോലെയാണ് മിക്കപ്പോഴും ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ പെരുമാറുന്നത്. മൃഗങ്ങളോട് പെരുമാറുന്നത് പോലെയാണ്. അപ്പൊ ഈ സമീപനമൊക്കെ തന്നെ മാറ്റണം. ഈ ഡോക്ടർമാരെയൊക്കെ സംരക്ഷിക്കുന്ന നിലപാട് മാറ്റിയിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കടുത്ത ശിക്ഷ കൊടുക്കുന്ന ഒരു നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവർത്തിക്കില്ല. പക്ഷെ പിന്നെ ഇത് ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഡോക്ടർമാരെയൊക്കെ സംരക്ഷിച്ച് പിടിച്ചേക്കുകയാണ്. അതുകൊണ്ട് തന്നെ